നമസ്കാരം. പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി റഷ്യ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഉക്രൈനിലെ നഗരത്തിന് നേരെ പുടിന്റെ 50 ടൺ റോക്കറ്റ് വിക്ഷേപിച്ചത് മൂന്നാം ലോകമഹാ യുദ്ധകാഹളമായി ഉക്രൈൻ ജനത വിശേഷിപ്പിച്ചു. റഷ്യക്കാർ ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈലുകൾ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് റഷ്യ ആദ്യമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചത്. RS-24 ICBM വഹിക്കുന്ന റഷ്യൻ മൊബൈൽ ഡെലിവറി സിസ്റ്റം ഈ തരത്തിലുള്ള കൂടുതൽ സാങ്കേതിക വിദ്യ ഘടിപ്പിച്ചതാണ്. ഇതാവട്ടെ യൂറോപ്പിന് മാത്രമല്ല പരിഷ്കൃത ലോകത്തിനും ഞെട്ടലുണ്ടാക്കി. വ്യാഴാഴ്ച രാവിലെയാണ് റഷ്യ ആദ്യമായി ഉക്രൈനിലേക്ക് പരീക്ഷണാത്മക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. 50 ടൺ ഭാരമുള്ള RS-26 റൂബേഷ് റോക്കറ്റ് ഡിനിപ്രോ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്താണ് പതിച്ചത്. തെക്ക് കിഴക്കൻ ഉക്രൈനിയൻ മെട്രോപോളിനടുത്തുള്ള പ്രദേശങ്ങൾ തകർക്കുന്ന വീഡിയോകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സൈറ്റിലെ നാശനഷ്ടങ്ങളുടെ കൂടുതൽ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. 1.2 ടൺ വാർഹൈഡും 2000 മുതൽ 6000 കിലോമീറ്റർ ദൂരപരിധിയുമുള്ള മിസൈലിന്റെ വിന്യാസം പടിഞ്ഞാറൻ റഷ്യയിൽ US TCMS മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രതികരണമായാണ് റഷ്യ കരുതുന്നത്. റോക്കറ്റ് സാധാരണയായി 5500 കിലോമീറ്ററിലധികം പറക്കുമെന്നും അതിനാൽ ഒരു ക്ലാസിക് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണെന്നും റഷ്യ വിശദീകരിച്ചു. യുദ്ധചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികമായി ഉപയോഗിക്കുന്നത്. ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജർമ്മനിയിലെ കമ്പനികളുടെ പാപ്പരത്തങ്ങളുടെ എണ്ണം പെരുകുകയാണ്. ചെലവ് വളരെ കൂടുതലും ലാഭം വളരെ കുറവും ആയതിനാൽ കൂടുതൽ കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ അടച്ചു പൂട്ടുകയാണ്. ഒക്ടോബറിൽ ഫയൽ ചെയ്ത പാപ്പരത്തങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 22.9% വർദ്ധിച്ചുവെന്നാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വെളിപ്പെടുത്തിയത്. 2023 ജൂൺ മുതലുള്ള വളർച്ചാ മുരടിപ്പ് ഇരട്ട അക്ക ശ്രേണിയിലാണ്. ഇക്കൊല്ലം ജൂൺ ഒഴികെ പാപ്പരത്ത കോടതിയുടെ പ്രാരംഭ തീരുമാനത്തിന് ശേഷം മാത്രമാണ് ഈ അപേക്ഷകൾ സ്ഥിതിവിവരക്കണക്കുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോക്ക് ആശങ്കാജനകമാണെന്ന് ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പറഞ്ഞു. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഇടിഞ്ഞ ഡിമാൻഡ്, ഊർജത്തിനും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും ഉള്ള ഉയർന്ന ചെലവുകൾ, നികുതികളിൽ നിന്നും ബ്യൂറോക്രസിയിൽ നിന്നുള്ള ഗണ്യമായ ഭാരം, ഇതെല്ലാം ബിസിനസ് സാധ്യതകളിലും സാമ്പത്തിക സ്ഥിതിയിലും സമ്മർദ്ദം ചെലുത്തുന്നതും പാപ്പരത്തത്തിന്റെ കാരണങ്ങളായി. ഈ വർഷം 20,000-ലധികം ചെറുകിട കമ്പനികൾ പാപ്പരത്തങ്ങൾ പ്രതീക്ഷിക്കുന്നതായും സൂചിപ്പിക്കുന്നു. നിലവിലെ പാപ്പരത്തങ്ങളുടെ തരംഗം നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ദൗർബല്യത്തിന്റെയും കുത്തനെ വർദ്ധിച്ച ചെലവുകളുടെയും പരിപൂർണ ഫലമാണ്. കുറഞ്ഞ പലിശ നിരക്ക് കാലയളവിൽ അതിജീവിച്ചതും പാൻഡമിക് സമയത്ത് പിന്തുണയോടെയും നിലനിന്നിരുന്ന പല ദുർബല കമ്പനികളും ഇപ്പോൾ ചെലവ് കുത്തനെ ഉയർന്നതിനാൽ വലിയ സമ്മർദ്ദത്തിലാണ്. 10,000 കമ്പനികളെ അടിസ്ഥാനമാക്കി ഓഗസ്റ്റിൽ മൊത്തം 5.1 കോർപ്പറേറ്റ് പാപ്പരത്തങ്ങൾ ഉണ്ടായി. 9.2% കേസുകളുള്ള ഗതാഗത വെയർഹൌസിംഗ് മേഖലയിലാണ് ഭൂരിഭാഗം പാപ്പരത്തങ്ങളും സംഭവിച്ചത്. ഇതിനെ തുടർന്ന് ഹോസ്പിറ്റാലിറ്റി വ്യവസായം 7.8%, മറ്റു വാണിജ്യ സേവന ദാതാക്കളും താൽക്കാലിക തൊഴിൽ ഏജൻസികളും 7.3%, നിർമ്മാണ വ്യവസായം 7.2% പാപ്പരത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025 അവസാനത്തോടെ ജർമ്മനിയിലെ ഫെഡറൽ സംസ്ഥാനങ്ങളിൽ വാടക ബ്രേക്ക് കാലഹരണപ്പെടും. ട്രാഫിക് ലൈറ്റ്സ് ഗവൺമെന്റിന്റെ ഇടവേളയ്ക്ക് ശേഷം ഒരു വിപുലീകരണത്തിന് കൂടുതൽ സാധ്യതയില്ല എന്നാണ് ടെനന്റ് അസോസിയേഷനുകളും മറ്റും പറയുന്നത്. ബെർലിനിലെ 5-ൽ 4 പേരും വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. കുടിയാന്മാരുടെ സംഘടനയുടെ കണക്കനുസരിച്ച് ഈ കണക്ക് 53% കുടുംബങ്ങളാണ്. വാടക ഇരട്ട അക്കത്തിൽ വർദ്ധിക്കുന്നുണ്ട്. പുതിയ വാടക ഉടമ്പടി അവസാനിക്കുമ്പോൾ വാടക സൂചിക ഉപയോഗിക്കുന്ന നിർണയിക്കുന്ന പ്രാദേശിക റഫറൻസ് വാടകയേക്കാൾ 10%-ൽ കൂടുതൽ ആകില്ലെന്ന് വാടക പരിധി ഉറപ്പാക്കുന്നുണ്ട്. എങ്കിലും പലരും ഇത് ശ്രദ്ധിക്കാറില്ല. ചില പ്രദേശങ്ങളിൽ വാടക നിയന്ത്രണം ബാധകമാണോ എന്നത് അതാത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത്. ആദ്യമായി വാടകയ്ക്കെടുക്കുന്ന പുതിയ അപ്പാർട്ട്മെന്റുകളും വിപുലമായ നവീകരണത്തിന് ശേഷം വാടകയ്ക്ക് നൽകുന്ന അപ്പാർട്ട്മെന്റുകളും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വാടക നിലവാരം കുത്തനെ ഉയരാനും അനിയന്ത്രിതമായ തുക വർദ്ധിക്കാനും കാരണമാകുമെന്ന് ജർമ്മൻ ടെനന്റ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബെർലിനിൽ 27% വാടക ഉയരുന്നുണ്ട്. സമീപകാലത്ത് മ്യൂണിക്കിൽ 21% ഉയർന്നു.
ഫോക്സ് വാഗൺ കാർ കമ്പനിയിലെ പ്രതിസന്ധി രൂക്ഷമായതോടെ ജർമ്മൻ യൂണിയൻ വ്യാവസായിക നടപടിയെ ഭീഷണിപ്പെടുത്തി. പ്ലാന്റ് അടച്ചുപൂട്ടൽ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രതിസന്ധിയിലായ ഓട്ടോ ഭീമനായ ഫോക്സ് വാഗൺ ജർമ്മനിയിൽ പതിറ്റാണ്ടുകളായി കാണാത്ത വിധത്തിലുള്ള പണിമുടക്ക് നേരിടേണ്ടി വരുമെന്ന് പുതിയ ചർച്ചകൾക്ക് മുന്നോടിയായി യൂണിയൻ ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി. യൂറോപ്പിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ കടുത്ത നടപടികളുടെ ആവശ്യമില്ലാതെ 1.5 ബില്യൺ യൂറോ തൊഴിൽ ചെലവിൽ ലാഭിക്കാമെന്ന നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു. ഫോക്സ് വാഗൺ അതിന്റെ പ്രധാന ഫവി മോഡലുകൾ മുതൽ സിയാറ്റ്, സ്കോഡ, പോർഷെ വരെ 10 ബ്രാൻഡുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കഴിഞ്ഞ മാസം മൂന്നാം പാദ ലാഭത്തിൽ 64% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കിഴക്കൻ ജർമ്മൻ സംസ്ഥാനത്ത് പുതിയ കടുത്ത ഇടതുപക്ഷ പാർട്ടി സഖ്യത്തിൽ ചേരാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 1 തൂരിങ്ങൻ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ ഉക്രൈനുള്ള ജർമ്മനിയുടെ പിന്തുണയെ എതിർക്കുന്ന കടുത്ത ഇടതുപക്ഷ പാർട്ടി കിഴക്കൻ സംസ്ഥാനമായ ട്യൂരിങ്ങനിലെ യാഥാസ്ഥിതികരുമായും സോഷ്യൽ ഡെമോക്രാറ്റുകളുമായും ഒരു ഭരണസഖ്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് CDU, SPD, തീവ്ര ഇടതുപക്ഷ PSW എന്നീ പാർട്ടികൾ പുതിയ സർക്കാർ രൂപീകരിക്കാൻ കരാർ തയ്യാറാക്കിയത്. കരാറിന്റെ വിശദാംശങ്ങൾ വെള്ളിയാഴ്ച പുറത്തുവരും. ജർമ്മനിയിൽ ആദ്യമായി കുടിയേറ്റ വിരുദ്ധ പാർട്ടി ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും ജർമ്മനിയെ ഞെട്ടിച്ചു. AfD 32.8% വോട്ട് നേടി. അടുത്ത കാലത്തായി വിദേശികളിൽ നിന്ന് ജർമ്മൻകാരനാകാനുള്ള അപേക്ഷകളിൽ കുതിച്ചുചാട്ടം ഉണ്ടായി. പ്രത്യേകിച്ചും ജൂണിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നതിനുള്ള നിയമമാറ്റത്തിന് ശേഷം. എന്നാൽ വിദേശവാസികൾ ജർമ്മൻ പൗരനാകാൻ അഭിമുഖീകരിക്കുന്നത് 2 വർഷത്തിലധികം കാത്തിരിപ്പിനാണ്. എസൻ സംസ്ഥാനത്തിലെ റീജിയണൽ കൗൺസിലുകളിൽ ഏകദേശം 36,000-ഓളം സ്വദേശിവൽക്കരണ അപേക്ഷയും ഇനിയും പ്രോസസ് ചെയ്യാനുണ്ടെന്ന് കണ്ടെത്തി. ഡാംസ്റ്റാട്ടിൽ സ്വദേശിവൽക്കരണത്തിനായി അപേക്ഷിച്ചവർ അവരുടെ പേപ്പറുകൾ പ്രോസസ് ചെയ്യുന്നതിൽ നിലവിൽ 32 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. അതേസമയം ഫ്രാങ്ക്ഫർട്ടിൽ ജർമ്മൻ പൗരനാകണമെങ്കിൽ 28 മാസം വരെ എടുക്കും. ഗീസനിലെ വിദേശികൾക്ക് രേഖകൾ പ്രോസസ് ചെയ്യുന്നതിന് 24 മാസം എടുക്കുമെന്നാണ് പറയുന്നത്. ഒഫൻബാഗിൽ 18 മാസം മുതൽ 22 മാസം വരെയാണ് പ്രോസസ് സമയം അനുവദിച്ചിരിക്കുന്നത്. വീസ്ബാഡനിൽ കാത്തിരിപ്പ് 19 മുതൽ 23 മാസം വരെയാണ്. കാസലിൽ ഇത് 16 മാസം മുതൽ 19 മാസം വരെയാണ്. ചില പ്രാദേശിക അധികാരികൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ബ്യൂറോക്രസിയുമായി പോരാടുമ്പോൾ ജർമ്മനിയിൽ ഉടനീളം വലിയ വ്യത്യാസങ്ങളാണുള്ളത്. പല സ്ഥലങ്ങളിലും ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ഇല്ല എന്നതാണ് ഒരു വലിയ പ്രശ്നം. പ്രക്രിയ ശരിയായി ആരംഭിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ വ്യക്തിപരമായി ഒരു പ്രാരംഭ അഭിമുഖം തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലായിടത്തും പ്രകൃതിവൽക്കരണ ആപ്ലിക്കേഷനുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചതാണ് ഇതിനെല്ലാം കാലതാമസം ഉണ്ടാകുന്നത്. ജർമ്മനിയിൽ നേരത്തെ എത്തിയ ശൈത്യം രാജ്യത്തെ വെള്ളയണിയിച്ചു. മഞ്ഞു പുതപ്പിനുള്ളിൽ ബുധനാഴ്ച രാത്രിയിൽ തന്നെ മഞ്ഞുവീഴ്ച ആരംഭിച്ചു. വ്യാഴാഴ്ച രാത്രിയിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിൽ ശൈത്യകാലം കൂടുതലായി ഉണ്ടാകും. കൊളോൺ ഉൾപ്പെടുന്ന നഗരങ്ങളിൽ ഈ ശൈത്യത്തിലെ ആദ്യത്തെ മഞ്ഞുവീഴ്ചയും പ്രകടമായി. ചില സന്ദർഭങ്ങളിൽ ചുരുങ്ങിയ സമയത്തേക്കെങ്കിലും നഗരങ്ങൾ വെളുത്തതായി കാണപ്പെട്ടു. ഒപ്പം ട്രാഫിക്കിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടായി. പടിഞ്ഞാറൻ ഹൈവേയിൽ വഴുവഴുപ്പുള്ള അരാജകത്വം രൂപപ്പെട്ടു. കൊളോൺ ബോൺ വിമാനത്താവളത്തിൽ റൺവേയിൽ ക്ലിയറൻസും ഗ്രിറ്റിംഗ് വാഹനങ്ങളും സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വന്നു. ഫ്ലൈറ്റുകളും വൈകി. വിമാനത്താവളത്തിന് മുകളിൽ വിമാനങ്ങൾക്ക് പ്രത്യേക ഹോൾഡിംഗ് പാറ്റേണുകൾ ചെയ്യേണ്ടി വന്നു. ചില വിമാനങ്ങൾ മറ്റു വിമാനത്താവളത്തിലേക്ക് വഴി തിരിച്ചു വിടുകയും ചെയ്തു. ഹൈവേകളിൽ കാര്യമായ ഗതാഗത കുരുക്കും ഉണ്ടായി. ഹൈവേ 1 വൈകുന്നേരം വീശിയടിച്ച മഞ്ഞ് വെർമൽസ്കിർഷിന് സമീപം അപകടങ്ങൾക്കും കാരണമായി. റൈൻലാൻഡ് ഫാൽസിൽ A3-യിൽ ഗുരുതരമായ ട്രക്ക് അപകടവും ഉണ്ടായി. ഔട്ടോബാൻ 3 മണിക്കൂറുകളോളം അടച്ചിടേണ്ടി വന്നു. 2025 ഏപ്രിലിൽ കാർലോ അക്കൂട്ടിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 25 മുതൽ 27 വരെ ഉള്ള വിശുദ്ധ വർഷത്തിനായുള്ള കൗമാര തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിലായിരിക്കും വിശുദ്ധ പ്രഖ്യാപനം. അക്കൂട്ടീസ് 2006 ഒക്ടോബർ 12 ഇറ്റലിയിലെ മോൻസയിൽ രക്താർബുദം ബാധിച്ച് 16-ാം വയസ്സിലാണ് മരിച്ചത്. 2020 അസീസിയിൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ബിൽ ഓസ്ട്രേലിയ പുറത്തിറക്കി. നിരോധനം പാലിക്കുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് $50 മില്യൺ വരെ പിഴ ചുമത്താൻ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കുട്ടികളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് ഒരു ഇളവും അനുവദിക്കുന്നില്ല.
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് രാജ്യം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സോഷ്യൽ മീഡിയ നിരോധിക്കുന്നതിൽ ബിൽ ഓസ്ട്രേലിയൻ സർക്കാർ വ്യാഴാഴ്ചയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.